2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ വേണ്ട കുറച്ച് ഒരു നുള്ളു ജീരകത്തിൻ്റെ പൊടി, 1 കപ്പ് ചോറ്, 1 മുട്ട. ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയായ അരി ദോശയെക്കാളും ടേസ്റ്റിയാണ് ഈ ഗോതമ്പ് ദോശ. ഇപ്പോൾ നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾക്ക് കൊടുക്കാനായാലും ഒക്കെ വളരെ നല്ല ദോശയാണ്. അപ്പോൾ നമുക്കിതിന് ഒരു കറി തയ്യാറാക്കണ്ടേ, ഒരു മുളക് ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ, അരമുറി തേങ്ങ എടുത്തിരിക്കുന്ന, പകുതി സവാള എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, 1 മുറി തക്കാളി, നല്ല പഴുത്ത തക്കാളി 1 മുറി മതി, പിന്നെ 1 കഷ്ണം ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇത് മുളക് പൊടിയാണ് ഇട്ടതെങ്കിൽ ഉണക്ക മുളക് കയ്യിലുള്ളവർക്ക് മുളക് ഇട്ടാൽ മതി. ഇപ്പോഴാ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടുകൊണ്ടിരിക്കുന്നവർ. ഇപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കടുക് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പില ഇട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതാ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ജാറൂടെ കഴുകി ഒഴിക്കാം. ഒരു നല്ലൊരു മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.